രാവിലത്തെ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പം ചോറും ഒരു മീൻകറിയും വേഗം ഉണ്ടാക്കിയിട്ട് ഞാനും ദക്ഷിമോനും കൂടി ദക്ഷിമിൻ്റെ ഫ്രൂട്ട്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഒന്ന് പുറത്തൊക്കെ പോയിട്ടോ. അത് കഴിഞ്ഞ് അതൊക്കെ എടുത്ത് വെച്ച് ഇന്ന് കുറച്ചൊക്കെ എടുത്ത് കഴിച്ചതിന് ശേഷം ഒരു മീൻകാരനും കൂടി വന്നിട്ടോ. മീൻകാരൻ ഒരു പാമ്പ് പിടിച്ച മീൻകാരനാണ്. അധികം പൈസയും വാങ്ങിക്കില്ല, നല്ല മീനും ഉണ്ടാവും. അപ്പോൾ കണ്ടപ്പം ദക്ഷിമോന് ഇഷ്ടമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ചുകൂടെ മേടിച്ചിട്ടോ. ഇത് മുറിക്കുക എന്ന് പറഞ്ഞാലൊരു ടാസ്ക്കാണ്. അങ്ങനെ മാർക്കറ്റിൽ നിന്നാകുമ്പോൾ അധികം മുറിച്ചിട്ടാണ് കൊണ്ടുവരിക. പിന്നെ നമ്മൾ ഇവിടെ നിന്നൊക്കെ വാങ്ങിക്കുമ്പം ചെറിയ മത്സ്യങ്ങളാണല്ലോ ഉണ്ടാവുക. ഇതിപ്പോൾ ക്ലീനാക്കാൻ കുറച്ച് പാടായിട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ആദ്യം മസാലയൊക്കെ തേച്ചിട്ട് പൊരിക്കാനുള്ളത് ആദ്യം കുഴച്ച് മാറ്റി വെച്ച് പിന്നെ കുറച്ച് പുളിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് കുറച്ച് മീനൊക്കെ അതിലിട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. അങ്ങനെ 2 ബോക്സിലാക്കിയിട്ട് വെച്ചു. ഇതാകുമ്പോൾ നമുക്ക് 2 ദിവസം വേഗം എടുത്ത് കറി വയ്ക്കാമല്ലോ. അങ്ങനെ പുളി ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ആവുന്നില്ല. എനിക്കിങ്ങനെ മീൻ കൊണ്ടുവന്നിട്ട് അതേപോലെ തന്നെ ഫ്രിഡ്ജിൽ വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലാത്ത കാര്യം. വേഗം മുറിച്ച് അതൊക്കെ ഓരോരോ ആവശ്യത്തിനുള്ളതാക്കിയിട്ട് മാറ്റി ഇതുപോലെ ബോക്സിലാക്കി വെച്ചാലാണ് ഒരു സമാധാനം. ഇല്ലെങ്കിൽ എനിക്കെന്തോ ഇഷ്ടമല്ല. ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ കേടാവുന്നില്ല കേട്ടോ. ഫ്രഷായിട്ട് തന്നെ ഉണ്ടാവും. പിന്നെ അതൊക്കെ ക്ലീൻ ചെയ്തപ്പോഴേക്ക് ദക്ഷിമ വന്ന് പുളി പിഴിയുന്ന ആളാണല്ലോ. കുറച്ചും കൂടി വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് പുളിയൊക്കെ പിഴിഞ്ഞ് നമ്മൾ കളിച്ചുകൊണ്ടിരുന്നിട്ട്. അപ്പോൾ അത്രയും